സ്നേഹമൊഴി. ജീവിത വഴികളിൽ നാം പ്രതിസന്ധി നേരിടുമ്പോൾ അവിടെ തത്വചിന്തകളോ ആചാരങ്ങളോ വേദശാസ്ത്രപരമായ സിദ്ധാന്തങ്ങളോ ഒന്നും തന്നെ ഫലിക്കുകയില്ല. അവിടെ സ്നേഹവും അലിവും നിറഞ്ഞ ഒരു വാക്ക് മതി എല്ലാം ക്ഷമിക്കാൻ. ബെസ്തേദ കുളക്കര 38 വർഷക്കാലം രോഗിയായ ഒരുവൻ എന്നെങ്കിലും ഒരിക്കൽ ആ കുളത്തിലിറങ്ങാമെന്നും സൗഖ്യമുണ്ടാകുമെന്നും ഉള്ള ആചാരപരമായ വിശ്വാസം പുലർത്തുന്ന ഒരാൾ. അവനാവശ്യം രോഗസൗഖ്യം. അവിടെ ഉപദേശങ്ങളോ സിദ്ധാന്തങ്ങളോ ഒന്നും വിലയാകില്ല. യേശു അവനോട് ചോദിച്ചത്, സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കാം. യേശുവിൻ്റെ ഈ വാക്ക് മതി അവൻ്റെ വിടുതലിനായി. ആ രോഗിയെ പോസിറ്റീവ് എനർജി നൽകി വിടുതൽ പ്രാപിക്കുന്നു. ക്രിസ്തുവിൻ്റെ മൊഴി അവനിലെ പ്രതിസന്ധികളെ നീക്കുന്നു. കർത്താവിൻ്റെ ഒരു വാക്ക് നമ്മളിൽ അത്ഭുതം സൃഷ്ടിക്കാം. കേൾക്കുന്നുണ്ടോ ആ സ്നേഹമൊഴി? ഇയ്യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായം 12-ാം വാക്യം. ഞാൻ അവൻ്റെ കൽപ്പന വിട്ട് പിന്മാറിയിട്ടില്ല. അവൻ്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തേക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. ഈ ദിനം ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ.